إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ബഖറയിൽ 111-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. നോക്കൂ, സൽ ബനീ ഇസ്രായേൽ മക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, കം എത്രയാണ് ആഖൈനാഹും നാം അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് മിൻ ആയത്തിൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും ബയ്യിനത്തിൻ വ്യക്തമായ എത്ര ദൃഷ്ടാന്തങ്ങളാണ് ഈ ബനീ ഇസ്രായേലുകൾക്ക് നാം അവതരിപ്പിച്ചു കൊടുത്തത് എന്ന് അവരോട് ചോദിച്ചു നോക്കൂ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോടും അതുപോലെ മുഅ്മിനീങ്ങളോടും മറ്റ് ജനങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. വമയ്യുബദ്ദിൽ നിഅമത്തല്ലാഹ്, അള്ളാഹുവിന്റെ ആ അനുഗ്രഹങ്ങളെ ആര് മാറ്റിമറിക്കുന്നുവോ മിൻ ബഅദി മാ ജാഅതുഹു അത് അവർക്ക് വന്നു കിട്ടിയതിനു ശേഷം, വ്യക്തമായി തെളിവോടുകൂടി അവര് വന്നു കിട്ടിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറഞ്ഞാൽ അത് ഹിദായത്താണ്, സന്മാർഗമാണ്. അതാണ് ഇവിടെ ഉദ്ദേശം. ആ സന്മാർഗം വന്നു കിട്ടിയതിനു ശേഷം അതിനെ മാറ്റിമറിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിന് ശിർക്കിലേക്കും കുഫ്റിലേക്കും മാറ്റിമറിക്കുന്നവൻ, മറ്റു തോന്നിവാസങ്ങളിലേക്കും തമ്മാടിത്തത്തിലേക്കും മാറ്റിമറിക്കുന്നവൻ, അങ്ങനെ അള്ളാഹുവിന്റെ നിഅമത്തിനെ മാറ്റിമറിക്കുന്നവൻ, അവന്റെ അവസ്ഥ എന്താണ്? ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതികഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു, അതികഠിനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരിക്കലും അവരെ വെറുതെ വിടുന്നതല്ല, അവർക്ക് സർവ്വ സ്വതന്ത്രം ഈ ഭൂമിയിൽ വിഹരിക്കാൻ വേണ്ടി അല്ലാഹു കൊടുക്കുകയും തെരഞ്ഞെടുക്കാനുള്ള അധികാരം കൊടുക്കുകയും സത്യവും അസത്യവും രണ്ട് മാർഗം അവർക്ക് മുന്നിൽ വിച്ഛേദിച്ചു കൊടുക്കുകയും റസൂലുമാരെ അവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരെ സംസ്കരിച്ചുകൊണ്ട് അവരെ നിർമാർഗത്തിലേക്ക് നയിക്കുന്ന ആ റസൂലുമാരുണ്ടായിട്ട് കൂടി അവർ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിയമത്തിനെ മാറ്റിമറിച്ചുകൊണ്ട് അവർ തനിച്ച അതിക്രമങ്ങൾ പ്രവർത്തിച്ചത് മൂലമാണ് അവർക്ക് ഈ ശിക്ഷ ലഭിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. ബനീ ഇസ്രായേലുകൾക്ക് അല്ലാഹു തആല ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. അള്ളാഹുവിൽ വിശ്വസിക്കുവാനും മാർഗം പ്രാപിക്കാനും വേണ്ടി മാത്രമാണ് അതൊക്കെ ചെയ്തത്. പക്ഷെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ തികച്ചും വഴിപിഴവിലേക്ക് സഞ്ചരിക്കുകയാണ് ഉണ്ടായത്. അതിന്റെയൊക്കെ സൂചനകളാണ് ഈ ആയത്തിൽ കൂടി നമുക്ക് നൽകുന്നത്. എത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാറുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.